കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഈ ചീഞ്ഞ നാളികേരം വീട് വിട്ടിറങ്ങിപ്പോയ അതിന് ശ്രേയയ്ക്ക് സമോ എന്നുവെച്ചാ അത് കണക്കിലെടുക്കേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങള് വേറൊരു നാളികേരം എടുത്തോളൂ. ഇങ്ങനെയൊക്കെ പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ദേവേട്ട? നോക്കിക്കേ, അച്ഛനാ ഇതിപ്പോ വല്ലാണ്ട് വിഷമായത്. പറയേണ്ടത് പറയേണ്ട സമയത്ത് നീ പറഞ്ഞിരുന്നെങ്കിൽ എനിക്കിങ്ങനെ പറയേണ്ട ആവശ്യം വരില്ലായിരുന്നു. അല്ല, അതിന് ഞാൻ മനഃപൂർവ്വം ഒന്നും പറഞ്ഞില്ലല്ലോ. നീയും നിന്റെ കുടുംബവും കൂടി കളിച്ച കളിയായിരുന്നില്ലേ മുഴുവൻ. പക്ഷെ ഇതൊക്കെ ഞാൻ പോലും അറിയാതെ എന്നെ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് എന്നെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. രാമാ, ജീവിതകാലം മുഴുവൻ ദേവേട്ടൻ ഇതും പറഞ്ഞുകൊണ്ടിരിക്കൂ? വിനയ, വിനയ, വിനയ. വിനയം പുറത്തെങ്ങാണ്ടോ പോയിരിക്കുക. എന്താ അജയന് വേണ്ടേ? പറഞ്ഞാ കേൾക്കുന്നവരോടല്ലേ പറയാൻ പറ്റൂ. താല്പര്യമില്ലാത്തവരോട് എന്തിനു പറയണം? അപ്പൊ ഞാനൊന്നും ചെയ്യില്ല എന്നങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ? ഒരു വിധത്തിൽ അതും നല്ലതിന് തന്നെയാ. ആർക്കും ഒന്നും ചെയ്യേണ്ടി വരില്ലല്ലോ. എന്തായാലും തൽക്കാലം വിനയൻ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് എന്താ വേണ്ടെന്ന് എന്നോട് പറഞ്ഞോളൂ. അജയന് ചിലപ്പോ ഭാഗ്യമുണ്ടെങ്കിൽ ചോദിക്കുന്ന കാര്യം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞാലോ. എനിക്ക് ചൂടുള്ളൊരു നല്ല കാപ്പി വേണം. എന്തായാലും ചൂടുണ്ടാവൂ എന്നുള്ളത് ഉറപ്പ് തരാം. നല്ലതാവൂന്ന് പറയാൻ പറ്റില്ല. കുടിച്ച ശേഷം അജയം വേണം പറയാൻ. എല്ലാ കൈകളുടെയും രുചി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ തലവേദനയാ. മനസ്സിലായി. ഇവിടെ നീ ഞങ്ങളെ എല്ലാവരെയും നോക്കിയതുപോലെ തന്നെ നിന്റെ ഭർത്താവിന്റെ വീട്ടിലും ഒരു പരാതിയും കൂടാതെ എല്ലാവരെയും നോക്കണേ മോളെ. ഭർത്താവിന്റെ മനസ്സ് വേദനിക്കുന്ന തരത്തിൽ ഒരിക്കലും നീ മനഃപൂർവ്വം ഒന്നും ചെയ്യരുത്. സന്താന സൗഭാഗ്യത്തോടും അഷ്ട ഐശ്വര്യങ്ങളോടും കൂടെ സൗഭാഗ്യവതിയായി വാഴണം.
സുലേഖ, വന്നോളൂ, എന്റെ മോളെ അനുഗ്രഹിക്കുക. മോളെ വൈദേഹി, സൗഭാഗ്യവതികളുടെ അനുഗ്രഹം വാങ്ങിച്ചോളൂ. എല്ലാരും എന്റെ മോളെ അനുഗ്രഹിക്കണം. അജയ, എന്താ മോനെ നിനക്ക്? തലവേദന സഹിക്കാൻ പറ്റുന്നില്ല എന്തുവമ്മേ. അയ്യോ, എന്നിട്ട് മരുന്നൊന്നും കഴിച്ചില്ലേടാ? ഇല്ല എന്തുവമ്മേ. ഊർമിളയുടെ ഒരു കാപ്പി ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു. അത് കുടിച്ചു കഴിയുമ്പോ കുറഞ്ഞോളും. ആ, കാപ്പി കൊണ്ടുവന്നല്ലോ. അവന് കൊടുത്തേക്ക് മോളെ. ഊർമിളെ, വാവ്, ഒത്തിരി കാലമായി അടുക്കളയിൽ കയറിയിട്ട്. എന്നാലും കാപ്പി അടിപൊളിയായിട്ടുണ്ട്. ഊർമിളെ, തല വേദനിക്കുന്നത് പറഞ്ഞ് കാപ്പി ചോദിച്ചത് ഇവനല്ലേ? എന്നിട്ടത് നീ കുടിക്ക. ഞാനല്ലേ അജയന്റെ ഏറ്റവും വലിയ തലവേദന എന്തുവമ്മേ? അപ്പൊ എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ കാപ്പി തലവേദന കുറയ്ക്കോ? നിന്നെ പോലുള്ള ഭാര്യമാരുണ്ടെങ്കിലേ തലവേദന കൂടുകയുള്ളൂ. അവന്റെ അവസ്ഥ മനസ്സിലാക്കി കൂടെ നിന്ന് പൊന്നുപോലെ നോക്കേണ്ടവളാണെന്നതോ പോട്ടെ, ഈ തോന്നിയാസമെങ്കിലും നിർത്തിക്കൂടെ? നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ട നൂല് പിടിയില്ല. അയ്യോ, എന്താ എന്തുവമ്മേ? ഇന്ദുവമ്മ ആവശ്യമില്ലാതെ കടന്നു ചിന്തിക്കുവാണല്ലോ. ഇന്ദുവമ്മയുടെ കൊച്ചുമോനെ എന്റെ കാര്യത്തിൽ അങ്ങനെ അത്ര വലിയ പ്രതീക്ഷയൊന്നുമില്ല. വേണമെങ്കിൽ ചോദിച്ചു നോക്ക്. എന്തിനാ അജയ് എന്നെ നോക്കുന്നേ? പറഞ്ഞു കൊടുക്ക്. കുറച്ചു മുമ്പ് വിനയൻ ഇവിടെ ഇല്ല, എന്താ വേണ്ടേന്ന് ഞാൻ ചോദിച്ചപ്പോ അജയൻ എന്താ പറഞ്ഞേ? ചെയ്യാൻ താല്പര്യമുള്ളവരോടല്ലേ ചോദിക്കാൻ പറ്റൂ, അല്ലാത്തവരോട് പറഞ്ഞിട്ട് എന്ത് കാര്യമെന്നല്ലേ അജയൻ കുറച്ചു മുമ്പ് പറഞ്ഞത്. ഇന്ന് വരെ അവൻ പറഞ്ഞു ഒരു കാര്യം നീ കേട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി സ്വന്തം ഭർത്താവിനെ ഇങ്ങനെ ഇട്ട് വട്ട് തട്ടണ ഊർമിളെ? നിന്നെയൊക്കെ ഏത് തരത്തിൽ പെടുത്തും? സ്ത്രീയുടെ കൂട്ടത്തിൽ സ്ത്രീ ആയതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇയാളെ കൊണ്ട് എന്നെ കെട്ടിച്ച് ഇവിടുത്തെ മരുമോളായി സ്വീകരിച്ചത്. പക്ഷെ നിങ്ങളുടെ ചെറുക്കന് ചക്രക്കസരെന്ന് അനങ്ങാൻ പറ്റാത്തോണ്ട് പുരുഷനാണെന്ന് തെളിയിക്കാൻ പോലും പറ്റുന്നില്ല. ഊർമിളെ, എന്താ എന്തോമേ നിർത്തിയേ? തല്ലിക്കോ? അജയൻ എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കില്ല എന്ന് എനിക്കറിയാം. ഞാനൊന്നും ചെയ്യില്ലെന്ന് അജയനും നന്നായിട്ടറിയാം. ഞങ്ങള് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്തുവമ്മേ. ഇടയ്ക്ക് കയറി അത് നശിപ്പിക്കാതിരുന്നാ മതി. ബന്ധമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെട്ട് കൊളമാക്കരുത്. ഊർമിളെ, ദേവ, എനിക്കൊരാഗ്രഹം കൂടിയുണ്ട്. രണ്ടുപേരും ഒന്നുകൂടി ഒന്ന് മാല മാറ്റണം. ഓ, അങ്ങനെ ഒരു ചടങ്ങും ഇതിലുണ്ടോ? ഇത് ചടങ്ങല്ല, എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ്. വൈദേഹിയെ ഞാൻ എടുത്തു വളർത്തിയതാണെങ്കിലും എന്റെ സ്വന്തം മോളെക്കാണ് വലുതാ. എന്നും എന്റെ ബാധ്യതകളും സങ്കടങ്ങളും എല്ലാം സ്വന്തം ഉത്തരവാദിത്വം പോലെ ഏറ്റെടുത്തവളാ. ഒരൊറ്റ വാക്കി പറയുകയാണെങ്കിൽ ഇവളെനിക്ക് എന്റെ അമ്മയെ പോലെയാ.
എന്റെ വൈദേഹിമോളുടെ കല്യാണം ഒരു ഉത്സവം പോലെ നടത്താൻ ആഗ്രഹിച്ചിരുന്നതാ. പക്ഷേ അത് കാണാനുള്ള ഭാഗ്യം പോലും എനിക്കുണ്ടായില്ല. ദേവൻ താലി കെട്ടിയത് വൈദേഹിക്കാണെങ്കിലും അന്ന് എന്റെ കാഴ്ചപ്പാടിലത് ശ്രേയായിരുന്നല്ലോ. അതുകൊണ്ട് ആ കാഴ്ചപ്പാടിൽ ഒരു തിരുത്തും ഉണ്ടാകുന്നില്ല. മാധവ, മാല എടുത്തുണ്ടോ മോനെ? ദേ ഇപ്പൊ കൊണ്ടുവരാച്ചാ. മച്ചാനെ, ചേച്ചി, എന്റെ ഓർമ്മയിൽ ഇനി ഇത് മാത്രം തെളിഞ്ഞു വരട്ടെ. നിങ്ങൾ തമ്മിൽ മാല മാറ്റുന്ന ക്ഷണം മരണം വരെ എന്റെ മനസ്സിലുണ്ടാകും. അതുകൊണ്ടാ എനിക്ക് വേണ്ടിയാകട്ടെ ഈ മാല മാറ്റൽ ചടങ്ങ്. നാശം, ചത്തു തൊലഞ്ഞിരുന്നെങ്കിൽ. രാമേട്ടാ, ദാ വരുന്നു. സന്താന സൗഭാഗ്യങ്ങളുടെ 100 വർഷം സന്തോഷമായിട്ട് ജീവിക്കട്ടെ. എഴുന്നേൽക്ക്. എഴുന്നേക്ക്. എഴുന്നേക്ക് മോളെ. എഴുന്നേക്ക് മോളെ. ശ്രേയേ, നീ എവിടെ പോയി കിടക്കോടി? ഇവിടെ സന്തോഷം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടി. മുടിഞ്ഞു പോട്ടെ. മൂത്തവരോട് നാവടക്കി സംസാരിക്കണമെന്ന് നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. എന്ന് തീരും നിന്റെ ഈ അഹങ്കാരം. ദാസേട്ടന്റെ അമ്മയുടെ മുമ്പില് ഇന്ന് വരെ ഞാൻ പോലും ശബ്ദം ഉയർത്തി സംസാരിച്ചിട്ടില്ല. എന്നിട്ട് നിനക്കെത്ര ധൈര്യോ? അമ്മയുടെ അമ്മായിയമ്മ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യത്തിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ലായിരിക്കും അമ്മേ. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്നേക്കാളും 2 വാക്ക് അമ്മ കൂടുതൽ പറഞ്ഞേനെ. മിണ്ടി പോരുത്. കൊട്ടാരം വീട്ടിലെ രാജമാതാവ് അത്. ഇവിടുത്തെ ഏതൊരു കാര്യത്തിനും അവസാനത്തെ വാക്ക് അമ്മയുടേതാ. അമ്മയുടെ വാക്കുകൾ ആർക്കും ധിക്കരിക്കാനാവില്ല. എന്റെ കാര്യം പോട്ടെ. ഈ പ്രായത്തിൽ എനിക്ക് അങ്ങനെയുള്ള ഒരു അധികാരവും വേണ്ട. നിങ്ങളൊക്കെ സന്തോഷമായിട്ട് ജീവിച്ചാൽ മാത്രം മതി. എന്റെ അജയന്റെ കണ്ണു നിറയാത്ത ഒരു ദിവസം കണ്ടിട്ട് മരിച്ചാൽ മതി എനിക്ക്. ശരിയമ്മേ, എന്റെ മോന്റെ ജീവിതം ചക്ര കസേരയിൽ തളച്ചിട്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ നിന്നെ പോലൊരു താന്തോന്നിയായ ഭാര്യയെ കിട്ടിയത് അവന്റെ ഏറ്റവും വലിയ ഭാഗ്യക്കേട്. മുതിർന്നവരുടെ വാക്കിനും വിലയില്ല. ഭർത്താവിനെ ശുശ്രൂഷിക്കാനും കഴിയില്ല. ദിവസം ചെല്ലുന്തോറും നിന്റെ ഈ സംസ്കാരമില്ലാത്ത സ്വഭാവം കൂടി കൂടി വരികയാണല്ലോ. ഇനി മിണ്ടരുതമ്മേ. കുറെ കാലമായല്ലോ ഞാനിതൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട്. എന്നെ കുറിച്ച് ചിന്തിക്കാൻ ഒരു പുഴു പോലും ഇല്ലാത്ത വീട്ടില് ഞാൻ എന്തിനു മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കണം? എല്ലാം സഹിച്ചിട്ടും സകല ആഗ്രഹങ്ങളിലും മണ്ണിട്ട് മൂടിയിട്ടും എന്നോട് ആർക്കും ഒരു തരി സഹതാപം പോലും ഇല്ല. എന്തിന് സമാധാനമായിട്ട് ഒരു കപ്പ് കാപ്പി പോലും കുടിക്കാൻ പറ്റുന്നില്ല. അമ്മേ,
അയ്യോ ചോരിയാണല്ലോ. അമ്മ വന്നേ, അമ്മ വന്ന് ഇവിടെ ഇരിക്കമ്മേ. ഇന്ദുമ്മേ, ഞാൻ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തിട്ട് വരാം. ഇന്ദുമ്മേ, വേഗം കൊണ്ടുപോമ്മേ. അവിടെ തൊട്ട് ഇവിടെ തൊട്ട് അവള് അവസാനം എന്റെ അച്ഛമ്മയെ തൊട്ട് കളിക്കാൻ തുടങ്ങിയല്ലേ. അവളെ ഞാൻ വിട്ടുകളയടാ. ഇതുവരെ ഉണ്ടായ പ്രശ്നങ്ങൾ പോരെ. അവളുടെ സ്വഭാവം ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇതൊക്കെ പ്രശ്നമാക്കാൻ പോയ പിന്നെ ആർക്ക് സമാധാനം കാണില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം സമയദോഷം. ഇതുപോലുള്ള മരുമക്കളെ ലോകത്ത് ആർക്കും കിട്ടില്ലെന്ന് എന്റെ പ്രാർത്ഥന. എല്ലാരും ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതൊന്നും ഒരിക്കലും ദേവൻ അറിയാൻ പാടില്ല. അറിഞ്ഞാൽ അവൻ വെറുതെ ഇരിക്കില്ല. ഇവിടെ ഈ അനാഥപിണ്ടത്തിന് എഴുന്നള്ളിപ്പും കൂടെ നടത്താത്തതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. എന്റെ ശ്രേയമോൾ അവിടെ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടോ ആവോ. രാമനോടൊന്ന് പറയാന്ന് വെച്ചാ ശ്രേയയുടെ പേര് കേൾക്കുമ്പോ അവൻ കിടന്ന് ചാടുകല്ലേ. അങ്ങനെ ഒരു മോൾ എനിക്കില്ലാന്നും പറഞ്ഞ് അവളുടെ ഫോട്ടോ വരെ കത്തിച്ചു കളഞ്ഞു. സുലേഖയോട് പറയാന്ന് വെച്ചാ ഈ അനാഥപിണ്ടത്തെ കണ്ട് സ്വന്തം മോളുടെ കാര്യത്തെക്കുറിച്ച് അവൾ ചിന്തിക്കുന്ന പോലും ഇല്ലെന്നുള്ളതാ. എങ്ങനെയാ എന്റെ ശ്രേയമോളെ ഈ വീട്ടിലേക്കൊന്ന് തിരിച്ചു കൊണ്ടുവരിക? എന്തു പറഞ്ഞു മാറ്റി നിർത്തിയാലും കുറച്ചു കാലം ശ്രേയ ദേവന്റെ ഭാര്യയായി ജീവിച്ചതല്ലേ. അതിന്റെ ചെറിയൊരു സ്നേഹം അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാവാതിരിക്കില്ല. പകിടക്കരു നീക്കുന്നത് അവിടുന്ന് തുടങ്ങി. പുറത്തുനിന്ന് കാണുമ്പോ എല്ലാവരും നല്ലവരാ. കാര്യത്തോടെ അടുക്കുമ്പോഴേ വിവരം അറിയൂ. അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ ചെയ്യാൻ. ദേവാ, എന്താ മുത്തശ്ശി? നീ ഒത്തിരി നല്ലവനാ മോനെ. മറ്റുള്ളവരുടെ മനസ്സ് നിനക്കേ മനസ്സിലാവുള്ളൂ. കാര്യം എന്താന്ന് പറ മുത്തശ്ശി. ഒന്നുമില്ല മോനെ, നിന്നോടൊന്ന് ശ്രേയമോളെ കുറിച്ച് സംസാരിക്കാന്ന് കരുതി. ആ, ശ്രേയനെ കുറിച്ച് തന്നെയല്ലേ? ആ, പറഞ്ഞോളൂ. എന്ത് ചെയ്യാനാ, അവളുടെ തലയിലെടുത്ത് ശരിയല്ലാത്തത് കൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നിന്റെ ഭാര്യയായിട്ട് ജീവിക്കേണ്ടവളാ. എന്നാലും കുറച്ചു ദിവസം നിന്റെ ഭാര്യയായിട്ട് ജീവിച്ചവളല്ലേ. അവൾ അത്രയ്ക്കങ്ങ് മോശമാണോ? അവളുടെ സിനിമാ ഭ്രാന്ത് കാരണം അവൾ ഇങ്ങനത്തെ വിഡ്ഢിത്തമൊക്കെ കാണിച്ചത്. ശരിക്കും സ്വാർത്ഥതയുള്ളവളായിരുന്നെങ്കിൽ അത്രയും വലിയ കൊട്ടാരം വീട്ടിലെ മരുമോളാകാനുള്ള അവസരം അവള് വേണ്ടെന്ന് വെക്കുമായിരുന്നോ ദേവാ?